Hello friends, welcome to the channel. 𝙑𝙗𝙬𝙬𝙬 channel स्वागतം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു നമ്മുടെ DSLR ക്യാമറാസിനൊക്കെ നമുക്ക് ഷോട്ട്ഗൺ മൈക്ക് ഉണ്ടാവില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഷോട്ട്ഗൺ മൈക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ബോയയുടെ 𝙬𝙬𝙬𝙬 അങ്ങനത്തെ ഒരു മോഡലാണ് എല്ലാവരും വാങ്ങിക്കാറുണ്ട്. അതിന് കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കുറേ സപ്പോർട്ട് ചെയ്യാനില്ല. ഇപ്പോൾ 200D തന്നെ ഇടയ്ക്ക് കുറേ പേർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. കുറേ പേരുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ബോയൻ്റെ ഒരു ഓൾട്ടർനേറ്റീവാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് SYNCO എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിനാണ്. SYNCO ഓഡിയോസ് പറഞ്ഞാൽ ഒരു എല്ലാം ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. ഇതും ചൈനീസ് ബ്രാൻഡ്, ബോയൊക്കെ ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അവരൊരു ചൈനീസ് ബ്രാൻഡിൻ്റെ ഇതൊരു മോഡലാണ് എന്ന് വെച്ചാൽ M1S എന്നൊരു മോഡലാണ്. ഇത് ഫുള്ളി മെറ്റലാണ്, ഭയങ്കര കോമ്പാക്റ്റ് ആണ്, ഭയങ്കര നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതാണ്. അതിനകത്ത് നമ്മുടെ ബോയ മറ്റേ മോഡലിനായിട്ട് ഒരു 200 രൂപ അങ്ങനെ റേഞ്ച് ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഒരു സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്ട്സ് എല്ലാം സൂപ്പർ ക്വാളിറ്റി. നമുക്ക് ബോക്സ് എന്നാലും ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് സൗണ്ട് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ തരും. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആകാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തവർ പോയി കാണാം. 3 ഗീവ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു 𝙬𝙝 UPS നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്, പിന്നെ ഒരു 10 റൂട്ടറും. അപ്പോൾ 3 വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സിമ്പിൾ റൂളേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുപോലെ നമുക്ക് ഒരു കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ലൈക്ക് ടാർഗറ്റ് എത്തുമ്പോൾ നമ്മളിത് ഓട്ടോ എന്താ പറയുക നമ്മുടെ റാൻഡം ആപ്പ് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ SYNCOൻ്റെ നമ്മുടെ മൈക്കിൻ്റെ ബോക്സാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇത് ഒരു ബ്ലാക്ക് കളർ ബോക്സാണ്, നല്ല പാക്കേജിങ് ഉണ്ട്. ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ സാനിറ്റൈസറൊക്കെ അടിച്ചിട്ട് നമ്മളത് റിമൂവ് ചെയ്തതാണ്. SYNCO ഓഡിയോസ് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബോയ അതുപോലത്തെ ഫേമസ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഓഡിയോ മൈക്ക് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്, മച്ചൻ്റെ പോലെ തന്നെ ബോയൻ്റെ പോലെ തന്നെ ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഇതൊരു ഫുള്ളി മെറ്റലായിട്ടുള്ളൊരു നമ്മുടെ ക്യാമറ DSLR ക്യാമറയുടെ മുകളിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു എന്താ പറയുക ഒരു മൈക്കാണിത്. ഇത് നമുക്ക് ആമസോണിൽ ഒരു 2000 ആ റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പ്രൈസ് നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലായിരിക്കും, താല്പര്യവർക്ക് വാങ്ങിക്കട്ടെ. എന്ന് വെച്ചാൽ നമ്മുടെ ബോയൻ്റെ മൈക്ക് ഉണ്ടല്ലോ, അതിനായിട്ടും കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയൊരു മൈക്കാണിത്. ബോയൻ്റെ ഒരു 1900 ആ റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഇത് ഫുള്ളി മെറ്റലും അതുപോലെ ഓഡിയോ ക്വാളിറ്റി കുറച്ച് മറ്റനായിട്ടും കൂടുതലാണ് ഇതിൻ്റെ മൈക്കിന്. അപ്പോൾ അതിനൊരു ഒരു 1000 ഇല്ല, ഒരു 100-200 ഡിഫറൻസ് മറ്റനായിട്ടും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ മൈക്കിൻ്റെ ബോക്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും നമുക്ക് ബോക്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ പങ്കെടുക്കാനും മറക്കണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ലിങ്കൊക്കെ കിട്ടും. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഫസ്റ്റിനായിട്ട് SYNCO എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ക്യാമറയുടെ ഇൻബിൽഡ് മൈക്ക് തന്നെയാണ് കേട്ടോ. മൈക്ക് M1S എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഇപ്പോൾ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് കാർഡിയോന്ന് കൊടുത്തിട്ട് കണ്ടൻസർ ക്യാപ്സ്യൂളിൽ നിന്ന് ഇടുന്നൊരു പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ക്വാളിറ്റി സൗണ്ട് വൈഡ് കമ്പാറ്റബിലിറ്റി ലൈറ്റ് ആൻഡ് പോർട്ടബിൾ നിന്നും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് പോയി ചെയ്തിട്ടുണ്ട്. പ്രൈസ് MRP കൊടുക്കുന്നത് 4095 ആണ് കേട്ടോ. 4495 ആണ്. പക്ഷേ 2100 രൂപീസൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിൽ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് കിട്ടാം. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് എന്താ പറയുക ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കണ്ടൻസർ ട്രാൻസ്ഡ്യൂസർ കണ്ടൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പോളാർ പാറ്റേൺ കാർഡിയോട്ടാണ്. അതുപോലെ സെൻസിറ്റിവിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട്. കണക്ടർ ടൈപ്പ് 3.5mm ഉണ്ട്. അതുപോലെ 25mm TRS ഉണ്ട്, TRRS ഉണ്ട്. രണ്ടുമുണ്ട്. 35 ഗ്രാമാണ് വെയിറ്റ് വരുന്നത് കേട്ടോ. ഇതിൽ ഷോക്ക് മൗണ്ടും ഉണ്ട്, അതുപോലെ ക്യാരിയം ബാഗ് ഇതിലുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ മെയിൻ മൈക്ക് അല്ലെങ്കിൽ പിന്നെ ഫ്യൂറി വിൻഷീൽഡ് എന്ന് പറയുന്നത്. പിന്നെ 3.5mm TRS ക്യാമറ കേബിളും TRRS കേബിളും രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം, ബോക്സ് ഓപ്പൺ ചെയ്യാൻ എന്തായാലും. അപ്പോൾ ഞാൻ ക്യാമറ നമുക്ക് ഒന്നുകൂടി താഴത്തേക്ക് ആക്കാം കേട്ടോ. നമുക്ക് കറക്റ്റ് കാണാമല്ലോ. ഓക്കെ, നമ്മൾ ക്യാമറ ഇപ്പോൾ കറക്റ്റ് ആംഗിളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പുഷാന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ബോക്സ് ഇതിങ്ങനെ ഓപ്പൺ ഒരു ജസ്റ്റ് നമ്മുടെ നോർമൽ ഓപ്പണിങ് പോലെയാണ്. നല്ല ടൈറ്റാണ്. ഇതെങ്ങനെയല്ല കേട്ടോ, സോറി, ഇങ്ങനെയായിരുന്നു. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വിൻഷീൽഡ് വരുന്നുണ്ട്. നല്ലൊരു വലിയ വിൻഷീൽഡ്, നല്ല ക്വാളിറ്റിയുള്ള വിൻഷീൽഡ് തന്നെയാണ്. കണ്ടോ, ഈ സൈഡിലാണ് നമുക്ക് ഹോൾ വരുന്നത് വെക്കാനുള്ളത്. നല്ല ക്വാളിറ്റീൻ്റെ ബ്രാൻഡിങ് കൂടെ SYNCO കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കണക്ടർ വരുന്നുണ്ട്. നമ്മുടെ ഇതിലേക്ക് കണ്ടിട്ട് ഇത് ലോക്ക് ചെയ്യാനുള്ള ടൈപ്പ് കണക്ടർ നമുക്കിതിൽ വരുന്നുണ്ട്.
ഇത് പ്ലാസ്റ്റിക്, താഴെ മെറ്റലാട്ടോ. ഇത് നമുക്കൊരു രണ്ട് എന്താ പറയുക വാഷർ പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് നമ്മളിതിന് വയ്ക്കാനുള്ളത്. പിന്നെ നമുക്ക് കേബിൾസ് രണ്ടെണ്ണം, ഒരു TRS കേബിളും ഒരു TRS കേബിളും വരുന്നുണ്ട്, രണ്ടെണ്ണം കണ്ടോ, 3.5 mm. പിന്നെ നമ്മുടെ ഒരു ക്യാരി ബാഗ്, നല്ലൊരു ക്വാളിറ്റി വലിയൊരു ക്യാരി ബാഗാണ് കണ്ടോ. പിന്നെ നമ്മുടെ മെയിൻ മൈക്ക്, ചെറുതാട്ടോ, നല്ല അത്യാവശ്യം ചെറുതാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല, മെറ്റലാണ് ഫുള്ള്, പക്ഷെ എന്നാലും വെയിറ്റ് ഒന്നുമില്ല. നമുക്കിവിടെ മൈക്കിൻ്റെ ഫ്രണ്ട് ഉണ്ട്, നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന തോന്നുന്നു. ബാക്ക് സൈഡിൽ നമുക്ക് കണക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഞാൻ എന്തായാലും ഇത് ഒന്ന് മൗണ്ട് ചെയ്ത് നോക്കണം. അതിന് മുമ്പ് ഒരു സാധനം ഉണ്ട് നമ്മുടെ കയ്യിൽ, പാക്കറ്റിലൊരു യൂസർ മാനുവലും വാറണ്ടി കാർഡും ഉണ്ട്. 1 year വാറണ്ടി ഉള്ളത് തന്നെയാണത്. ഇതാണ് നമ്മുടെ യൂസർ മാനുവൽ വരുന്നത്. മൈക്രോഫോൺ, MS കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഫുള്ളിൽ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ ക്യാമറയിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഡിഫറൻസ് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഇത് മൈക്കില്ലാത്ത സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ സൗണ്ട് അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഡിഫറൻസ് മനസ്സിലാവും. നമുക്കിത് കണക്ട് ചെയ്യണം. ഇത് ശരിക്കും നമ്മുടെ യൂസർ മാനുവൽ നോക്കിയിട്ട് നമുക്ക് ശരിക്കും ഇവിടെ തന്നെ വെക്കുന്നുണ്ട്. ലോക്കഡ് പോലത്തെയാണ്, ഇത് പ്ലാസ്റ്റിക്കാണ്, ഫൈബർ പോലത്തെ, ഇത് ഫൈബർ പോലത്തെയാണ് കേട്ടോ. പിന്നെ ഇത് താഴെ മാത്രം ലോക്ക് ചെയ്യാനുള്ളത് മാത്രം മെറ്റലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഫുൾ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വിൻഷീൽഡ് വെച്ചപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. വിൻഷീൽഡ് വെച്ചാൽ നമ്മുടെ മെയിൻ സാധനം കാണില്ല, നല്ല ക്വാളിറ്റിയുള്ള വിൻഷീൽഡ് കേട്ടോ. അതേപോലെ ഇതൊരു ഷോക്ക് അബ്സോർബർ എന്നാണ് പറയുന്നത്. ഒരു അതിന് പേര് പറയുന്നത് അങ്ങനെയാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വളർത്തി ചെയ്യാം. ചെറിയ ഒരു ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് ഫ്ലെക്സിബിൾ പോലത്തെ റബ്ബർ പോലത്തെ സാധനമാണ്. ശരിക്കും പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല, റബ്ബർ പോലത്തെയാണ്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ക്യാമറയിൽ മൗണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഡിഫറൻസ് വ്യത്യാസം മനസ്സിലാണ്ടായിരിക്കും. ഇത് നമുക്ക് രണ്ട് കേബിൾ ഞാൻ നേരത്തെ കാണിച്ചതല്ലോ, ഒരെണ്ണം TWRS-ഉം അതുപോലെ TRS-ഉം. TRS ആണ് നമുക്ക് ക്യാമറയിൽ വരുന്നത്, TWRS നമുക്ക് നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യുന്നതാണ്. ശരിക്കും നമ്മൾ ഇതുമ്പോൾ തന്നെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ എൻഡിലായിട്ട് ഇവിടെ കാണാൻ വേണ്ടിയായിരിക്കും. ഇവിടെ മൈക്കിൻ്റെ പടവും നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടോ അറിയില്ല. ഈ ഇതുമ്മ കണ്ടു, ഇത് മൈക്കിൻ്റെ പടവും പിന്നെ ഇതുമ്മ ഒരു ഫോണിൻ്റെ പടം. ഇത് നമ്മൾ ഓൾറെഡി ഇത് മൊബൈലിൻ്റെ കണ്ടു. മറ്റേ നമുക്ക് ക്യാമറയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് കേബിൾ തരുന്നുണ്ട്. നമുക്ക് സ്മാർട്ട് ഫോണിൽ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ലൊരു ക്വാളിറ്റി കിട്ടും. ഭയങ്കര ചെറുതാണ്, പിന്നെ എന്നാലും നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സൗണ്ട് ക്വാളിറ്റി നല്ല തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഇപ്പോൾ ഒരു സൗണ്ട് ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾ ബോയൻ്റെ കുറേ പേര് എല്ലാവരും ബോയയുടെ മറ്റേ നമ്മുടെ ഈ കൺട്രി അതിൻ്റെ കറക്റ്റ് പേര് പറയാൻ ഓർമ്മയില്ല. നമ്മുടെ ഈ ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ വരുന്ന 1900 റേഞ്ചിൽ വരുന്ന ബോയയുടെ മൈക്കായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത്. 1900 റേഞ്ചിലെ ബോയയുടെ M1 ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ കറക്റ്റ് പേര് ബോയയുടെ അങ്ങനത്തെ നമ്മുടെ ഈ ബുള്ളറ്റ്, ഇതിന് പേര് ഷോട്ട്ഗൺ മൈക്കാണ് അതിന് പേര് പറയാം. നമ്മൾ ബോയയുടെ ഷോട്ട്ഗൺ മൈക്ക് നമുക്ക് നോക്കി നോക്കാം. ഷോട്ട്ഗൺ മൈക്ക് ഫോർ DSLR എടുത്തിട്ട് നമുക്ക് ഈ സംഭവം ഞാൻ പറഞ്ഞു, ബോയയുടെ M1 ഉള്ള ഈ മോഡൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്ററാണ് ഇത്. ശരിക്കും ഇത് നമുക്ക് ഫുള്ളി മെറ്റൽ സംഭവങ്ങളൊന്നുമല്ല, ഇതിനായിട്ട് നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. റൈറ്റ് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. 100 റേഞ്ചിലൊക്കെ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മൈക്കും ക്യാമറയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ DSLR യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ്. പോയാൽ കുറേ പേര് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കുറേ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിൽ റേറ്റിംഗ് നോക്കിയാൽ അറിയാം, 3.8 ഒക്കെ ഉള്ളൂ റേറ്റിംഗ്. ഇതിന് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. താല്പര്യം ഡയറക്റ്റ് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ ലിങ്ക് കൂടെ വാങ്ങിച്ചാൽ നമ്മുടെ ചാനൽ സപ്പോർട്ടാണ്. അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ മാക്സിമം. അപ്പോൾ നമുക്ക് വീഡിയോ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലേക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തവർക്ക് കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. റൂൾസ് നമ്മളെല്ലാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.